ഭക്ഷണം കണ്ടാൽ ഉറക്കെ കരയുന്ന കാക്ക, കരച്ചിലു കേട്ടാലോ ഒത്തുകൂടുന്നൊരു കാക്ക. ഭക്ഷണം കണ്ടാൽ ഉറക്കെ കരയുന്ന കാക്ക, കരച്ചിലു കേട്ടാലോ ഒത്തുകൂടുന്നൊരു കാക്ക. കുത്തിയെടുത്തും കാലിൽ കൊരുത്തും, കുത്തിയെടുത്തും കാലിൽ കൊരുത്തും, കൊത്തിപ്പറക്കുന്നു തീറ്റ കൊണ്ട്. ചത്തതും കൊത്തും ചീഞ്ഞതും കൊത്തും, നല്ലതും കൊത്തും ചീത്തയും കൊത്തും. കൊക്കിൽ കൊണ്ടത് കൊത്തുന്ന കാക്ക, കൊത്തിപ്പറക്കുന്ന കാക്ക. കൊക്കിൽ കൊണ്ടത് കൊത്തുന്ന കാക്ക, കൊത്തിപ്പറക്കുന്ന കാക്ക. കാക്ക കാക്ക കറുകറുത്തൊരു കാക്ക, കൊമ്പിലിരിക്കുന്ന കാക്ക, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക. അഴുക്കുകളെത്ര കൊത്തിപ്പറന്നാലും വൃത്തിയിൽ കേമനിവൻ. തോടിലും പാടത്തും കിണറിന്റെ വക്കത്തും വെള്ളം കുടിക്കുന്നവൻ. അഴുക്കുകളെത്ര കൊത്തിപ്പറന്നാലും വൃത്തിയിൽ കേമനിവൻ. തോടിലും പാടത്തും കിണറിന്റെ വക്കത്തും വെള്ളം കുടിക്കുന്നവൻ. കൊക്കും ചിറകും മുക്കിക്കുളിച്ചും, കൊക്കും ചിറകും മുക്കിക്കുളിച്ചും, തൂവൽ നന്നായി തിളങ്ങുന്ന കാക്ക. കൂട്ടമായെന്നും ഒത്തൊരുമിക്കും, ഭക്ഷണം കണ്ടാൽ മാടി വിളിക്കും. കൂട്ടമായെന്നും പറന്നു നടക്കും, സന്ധ്യയിൽ ഒന്നിച്ചു ചേക്കേറിടും. കൂട്ടമായെന്നും പറന്നു നടക്കും, സന്ധ്യയിൽ ഒന്നിച്ചു ചേക്കേറിടും. കാക്ക കാക്ക കറുകറുത്തൊരു കാക്ക, കൊമ്പിലിരിക്കുന്ന കാക്ക, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക. കൊമ്പിലിരിക്കുന്ന കാക്ക, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക. അങ്ങോട്ടും ഇങ്ങോട്ടും താളത്തിൽ തലയാട്ടി താഴോട്ട് നോക്കുന്ന കാക്ക. അങ്ങോട്ടും ഇങ്ങോട്ടും താളത്തിൽ തലയാട്ടി താഴോട്ട് നോക്കുന്ന കാക്ക. കൊത്തിപ്പറക്കാൻ വയറു നിറയ്ക്കാൻ നോക്കിയിരിപ്പാണ് കാക്ക. കൊത്തിപ്പറക്കാൻ വയറു നിറയ്ക്കാൻ നോക്കിയിരിപ്പാണ് കാക്ക. കാക്ക കാക്ക കറുകറുത്തൊരു കാക്ക, കൊമ്പിലിരിക്കുന്ന കാക്ക, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക. കൊമ്പിലിരിക്കുന്ന കാക്ക, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക. ലല്ലലം പാടി ചെറുമഴത്തുള്ളികളോടി, തോടും പുഴയായി കടലും മയിൽ കൂടി. തീരാ തല തല്ലി നീ തിരമാല ചാർത്തി കരയോടു നീ. ലല്ലലം പാടി ചെറുമഴത്തുള്ളികളോടി, തോടും പുഴയായി കടലും മയിൽ കൂടി. കൊട്ടാരത്തിൽ നീ പോയോ? ഏഴുകടലും താണ്ടി വരും ഒരു പൂങ്കാറ്റേ, കടലമ്മയുടെ കൊട്ടാരത്തിൽ നീ പോയോ? ലല്ലലം പാടി ചെറുമഴത്തുള്ളികളോടി, തോടും പുഴയായി കടലമ്മയിൽ കൂടി.
പാട്ടും പാടി ചെറുമഴത്തുള്ളികളോടി തോടും പുഴയായി കടലമ്മയിൽ കൂടി. ഫുഡ് മുഴുവനും കഴിക്കാത്തത്? എനിക്ക് വേണ്ടാത്തത് കൊണ്ട്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. നീ വാ. ടോമി, നീ എന്താ എപ്പോഴും വെള്ളം വേസ്റ്റ് ആക്കുന്നത്? അതത്ര നല്ലതല്ല കേട്ടോ. അങ്ങനെ ചെയ്യരുത്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ദാഹിച്ചിട്ട് വയ്യ, ഇനി ഇത്തിരി വെള്ളം കുടിക്കാം. വെള്ളം കഴിഞ്ഞല്ലോ, ഇനി ഇപ്പോൾ എന്താ ചെയ്യാ? അയ്യോ, ഒരു തുള്ളി പോലും കിട്ടാനില്ലല്ലോ. ഉണ്ടായിരുന്ന വെള്ളം മുഴുവനും ഞാൻ വെറുതെ കളഞ്ഞു. ഇനി എന്ത് ചെയ്യും? ദാഹിച്ചിട്ട് വയ്യ. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്ന് അലക്സ് പറഞ്ഞപ്പോൾ നീ കേട്ടില്ല. ഭൂമിയിലെ ഏറ്റവും അമൂല്യമായ വസ്തു എന്താണെന്ന് അറിയുമോ ടോമിക്ക്? ഇല്ല. അത് ജലമാണ്. ജീവന്റെ കണികകളെ ഭൂമിയിൽ അത്രത്തോളം നിലനിർത്തുന്ന മറ്റൊന്നുമില്ല. ടോമിക്ക് അറിയുമോ, അടുത്ത ഒരു ലോക മഹായുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അത് ജലത്തിന്റെ പേരിലായിരിക്കാം. കാരണം ഭൂമിയിലെ ജലത്തിന്റെ അളവ് അത്രയ്ക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടാപ്പുകൾ പൂട്ടാതെയും വാട്ടർ ബോട്ടിലെ വെള്ളം ഒഴുക്കിക്കളഞ്ഞും എന്തോരം വെള്ളമാണ് ടോമി പാഴാക്കുന്നതെന്ന് അറിയുമോ? അത് പിന്നെ ടോമിക്ക് എപ്പോഴെങ്കിലും ഒരു തുള്ളി ജലം നാളേക്ക് വേണ്ടി സൂക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴും കുടങ്ങളും പാട്ടകളും ഒക്കെയായി മണിക്കൂറോളം പഴുപ്പിന്റെ ചോട്ടിലും വെയിലത്തും വരി നിൽക്കുന്ന ഒരു ജനതയുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് വേണ്ടിയെങ്കിലും എനിക്ക് നിന്നെ ശിക്ഷിച്ചേ പറ്റൂ ടോമി. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ വാട്ടർ ടാപ്പ് ഭൂതമേ. ഞാനിനി ജലം പാഴാക്കില്ല. നിങ്ങളോ? നിങ്ങളെപ്പോ വന്നു? വാട്ടർ ടാപ്പ് ഭൂതം എവിടെ പോയി? വാട്ടർ ടാപ്പ് ഭൂതമോ? എന്നെ ഒരു വാട്ടർ ടാപ്പ് ഭൂതം പിടിക്കാൻ വന്നു. പാമ്പ് പോലെ വരിഞ്ഞു മുറുക്കി. ഇനി ആരും വെള്ളം പാഴാക്കരുത് കേട്ടോ. ആരെങ്കിലും വെള്ളം പാഴാക്കുന്നത് കണ്ടാൽ ഇനിയും വരും. നമ്മൾ എന്തിനാ വെറുതെ ഭൂതത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ടാണ് നിന്നോട് ഞങ്ങൾ എപ്പോഴും വെള്ളം പാഴാക്കരുതെന്ന് പറയുന്നത്. ദാഹിക്കുമ്പോൾ കുടിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ വളരുന്ന ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാത്തിനും വെള്ളം വേണം. വെള്ളമില്ലാതെ നമുക്ക് കുളിക്കാൻ പറ്റുമോ? വരൾച്ചയാണ് ലോക ജനത നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. നാടിന്റെ പലയിടങ്ങളിലും അത് കൃത്യമായി പ്രതിഫലിക്കുന്നുമുണ്ട്. ഒരിക്കലും പുനർസൃഷ്ടിക്കാൻ കഴിയാത്ത ഒന്നാണ് ജലം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അതിനെ കണ്ടറിഞ്ഞ് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. നന്ദിയുണ്ട് അലക്സ്. എനിക്ക് വെള്ളത്തിന്റെ വില മനസ്സിലായി. ഞാൻ ഇന്നു മുതൽ വെള്ളം പാഴാക്കില്ല. ഗുഡ് ബോയ്. ഇതാണ് കൃഷ്ണപുരം എന്ന രാജ്യം. കൃഷ്ണപുരം സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്നു ദേവദത്തൻ. ആ രാജാവിന് ദൈവത്തിൽ വലിയ വിശ്വാസമുള്ള, എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് വേണ്ടിയാണെന്ന് എപ്പോഴും പറയുന്ന ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം, മന്ത്രി, നാളെ നമുക്ക് നേരത്തെ എഴുന്നേൽക്കണം. നമുക്ക് വേട്ടയാടാൻ പോകാനുള്ളതാണ്.
പ്രഭു, കാട്ടിൽ താമസിക്കുന്ന ആളുകൾ തേനെടുക്കാൻ പോകുന്ന നമ്മുടെ പ്രജകളെ ആക്രമിക്കുന്നതായി പരാതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പടയാളികളെയും കൂട്ടിപ്പോകാം. അതല്ലേ നല്ലത്? ഒരു ചെറിയ വേട്ടയ്ക്ക് പടയാളികളെ കൂട്ടിപ്പോകുന്നതിൽ പരം നാണക്കേട് വേറെ ഇല്ല. നമ്മൾ രണ്ടുപേരും മാത്രം മതി. ഇനി മന്ത്രിയില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകും. അങ്ങനെ പറയരുത് പ്രഭു. അവരും തങ്ങളുടെ പ്രജകൾ തന്നെ. നമ്മൾ വേട്ടയാടുന്നത് അവരെയല്ല, മൃഗങ്ങളെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. എങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ പടയാളികൾ നമുക്ക് സഹായകമാകും. എന്നാൽ രാജാവിൻ്റെ ദുരഭിമാനം അതിന് സമ്മതിച്ചില്ല. അവർ രണ്ടാളും തനിയെ പോകാൻ തീരുമാനിച്ചു. ആയുധകലകളിൽ ഏറെ താല്പര്യമുള്ള ഒരാളായിരുന്നു നമ്മുടെ രാജാവ്. അങ്ങനെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജാവിൻ്റെ കൈയൊന്ന് മുറിഞ്ഞു. വിശ്രമിക്കുകയായിരുന്ന രാജാവിനെ കാണാൻ നമ്മുടെ മന്ത്രി എത്തി. പ്രഭു, അങ്ങേക്കിപ്പോ എങ്ങനെയുണ്ട്? വേദന അങ്ങോട്ട് കുറയുന്നില്ലല്ലോ മന്ത്രി. സഹിക്കാൻ കഴിയുന്നില്ല. സാരമില്ല പ്രഭു, സംഭവിച്ചതെല്ലാം നല്ലതിന്. ഇത് കേട്ട രാജാവിന് കോപം ഇരട്ടിച്ചു. എന്റെ വിരൽ നഷ്ടപ്പെട്ടിട്ടും നിങ്ങൾ വീണ്ടും പറയുന്നത് എല്ലാം നല്ലതിനു വേണ്ടിയാണെന്നല്ലേ? ആരവിടെ? മന്ത്രിയെ തടവിലാക്കൂ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തന്റെ മന്ത്രി തടവിലായതിനാൽ രാജാവ് തനിയെ കാട്ടിൽ വേട്ടയാടാൻ പോയി. രാജാവ് വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഗോത്രക്കാർ രാജാവിനെ കുടുക്കുകയും അവരുടെ തലവന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ രാജാവിന്റെ കയ്യിലെ മുറിവ് കണ്ട ഗോത്രത്തലവൻ രാജാവിനെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു. വിരൽ മുറിഞ്ഞ ഒരാളെ ഈ ഗോത്രത്തിന്റെ ദേവതയ്ക്ക് വഴിപാടായി നൽകാൻ പാടില്ല. അയാളെ വിട്ടേക്കൂ. മരണത്തിൽ നിന്നും നേരിയ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട രാജാവിന് സന്തോഷമായി. വിരൽ മുറിയുന്നത് പോലും നല്ലതിനാണെന്ന് പറഞ്ഞ ജ്ഞാനിയായ മന്ത്രിയുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് രാജാവ് തന്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. മടങ്ങിയെത്തിയ അദ്ദേഹം ഉടൻ തന്നെ മന്ത്രിയെ മോചിപ്പിക്കാൻ ഉത്തരവിടുകയും രാജ്യത്തിന്റെ മന്ത്രിയായി അദ്ദേഹത്തെ തിരികെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്റെ ജീവൻ രക്ഷപ്പെട്ടത് നമ്മുടെ നല്ലതിനു വേണ്ടിയാണെന്ന് ഞാനിപ്പോ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കാര്യമോ? നിങ്ങളെ തടവിലാക്കി. അതും നിങ്ങൾക്ക് നല്ലതാണെന്ന് എങ്ങനെ വിശദീകരിക്കാനാവും? നിങ്ങൾ എന്നെ തടവിലാക്കിയതിനാൽ നിങ്ങളുടെ വേട്ടയാടൽ യാത്രയിൽ എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഗോത്രക്കാർ എന്നെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകുമായിരുന്നു. തീർച്ചയായും എന്നെ അവർ ബലി നൽകുമായിരുന്നു. കാരണം അങ്ങയുടെ പോലെ എന്റെ വിരലുകൾ മുറിഞ്ഞിട്ടില്ലായിരുന്നു. മന്ത്രിയുടെ മറുപടിയിൽ രാജാവ് സന്തുഷ്ടനായി. അന്നു മുതൽ തന്റെ പ്രജകൾക്കായി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലായ്പ്പോഴും ബുദ്ധിമാനായ മന്ത്രിയുമായി ആലോചിച്ചു. ഒരിക്കൽ പേർഷ്യയിൽ നിന്നും ഒരു കുതിര കച്ചവടക്കാരൻ രാജാവിനെ കാണാൻ കൃഷ്ണപുരത്തേക്ക് വന്നു. പ്രഭു, ഇത് പേർഷ്യയിലെ മുന്തിയ ഇനം കുതിരകളിൽ ഒന്നാണ്. അങ്ങേക്ക് വേണ്ടി ഇതുപോലൊരെണ്ണം ഞാൻ പേർഷ്യയിൽ നിന്നും വരുത്തിക്കോട്ടെ. അതിമനോഹരം. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് കൃഷ്ണപുരത്തെ കുതിരയേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കും. ഭലേ ബേഷ്. എന്നാൽ എന്തായാലും നമുക്ക് ഇതുപോലെ ഒരു കുതിരയെ എത്രയും പെട്ടെന്ന് തന്നെ വേണം. പ്രഭു, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പേർഷ്യയിൽ നിന്നുള്ള കുതിരയായതുകൊണ്ട് മുൻകൂർ പണം അടിക്കണം. അതിനെന്താണ് മന്ത്രി, ഇയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കൂ.
പണം വാങ്ങി കുതിര കച്ചവടക്കാരൻ പേർഷ്യക്ക് പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മന്ത്രി, നാമിനൊരു കൗതുകം. എന്താണ് പ്രഭു, പറഞ്ഞാലോ? നമ്മുടെ രാജ്യത്തെ മുഴുവൻ വിഡ്ഢികളുടെയും ഒരു പട്ടിക തയ്യാറാക്കണം. ഉത്തരവ് മഹാരാജൻ. പക്ഷേ എനിക്ക് 2 ദിവസത്തെ സമയം തരണം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രി രാജ്യത്തെ വിഡ്ഢികളുടെ പട്ടികയുമായി രാജസന്നിധിയിലെത്തി. അതിൽ ആദ്യത്തെ പേര് തന്നെ തന്റേതാണെന്ന് കണ്ട രാജാവ് ക്ഷുഭിതനായി. എന്ത് വിഡ്ഢിത്തമാണിത് ബീർബൽ? താങ്കളോട് രാജ്യത്തെ വിഡ്ഢികളുടെ പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ട് ഇതിൽ ആദ്യത്തെ പേര് എന്റേതാണല്ലോ. ക്ഷമിക്കണം പ്രഭു, പക്ഷേ അതിന് തക്കതായ കാരണമുണ്ട്. എന്ത് കാരണം? ബീർബൽ നമ്മെ കളിയാക്കുകയാണോ? കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നല്ല ഇനം പേർഷ്യൻ കുതിരകളെ വാങ്ങാനായി അങ്ങ് ഒരു കുതിര കച്ചവടക്കാരന് മുൻകൂറായി പണം കൊടുത്തിരുന്നില്ലേ? ഉവ്, അതിനെന്താണ്? അങ്ങൊരു വിഡ്ഢിയല്ലായിരുന്നുവെങ്കിൽ യാതൊരു മുൻ പരിചയവുമില്ലാത്ത ഒരു പരദേശിക്ക് കുതിരകൾക്കുള്ള മുഴുവൻ തുകയും മുൻകൂറായി കൊടുക്കുമായിരുന്നു. അയാളിപ്പോൾ പണവും വാങ്ങിയിട്ട് എത്രയോ നാളുകളായി. ആ പണവും കൊണ്ട് അയാൾ മുങ്ങിയില്ലേ? അയാൾ മുങ്ങിയതാണെന്ന് ആര് പറഞ്ഞു? അയാൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വൈകിയതായിക്കൂടെ? അയാൾ അല്പമെങ്കിലും ബുദ്ധിയുള്ളവനാണെങ്കിൽ അയാൾ ആ വെറുതെ കിട്ടിയ പണം നഷ്ടപ്പെടുത്തുകയില്ല. അഥവാ ഇനി കുതിരകളെയും കൊണ്ട് അയാൾ വരികയാണെങ്കിൽ അന്ന് അങ്ങയുടെ പേര് ഈ പട്ടികയിൽ നിന്ന് വെട്ടി പകരം അയാളുടെ പേര് ചേർത്ത് കൊള്ളാം. അതുവരെ അങ്ങ് തന്നെയാണ് 1ാം സ്ഥാനത്തിന് അർഹൻ. രാജാവിന് മറുപടിയില്ലായിരുന്നു. അപരിചിതനായ ഒരാളെ വിശ്വസിച്ച് പണം കൊടുത്തത് അബദ്ധമായി പോയെന്ന് അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടിരുന്നു. ഇനി എന്തു ചെയ്യും മന്ത്രി? എന്തായാലും രാജാവിനെ കബളിപ്പിക്കാനുള്ള ധൈര്യം അയാൾക്കുണ്ടാവില്ല. ഏതെങ്കിലും ഒരു കുതിരയുമായി അയാൾ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ മന്ത്രി പറഞ്ഞത് പ്രകാരം കച്ചവടക്കാരൻ മറ്റൊരു കുതിരയുമായി വന്നു. എന്തു പറ്റി? കുറെ മാസങ്ങളായല്ലോ നിങ്ങൾ പോയിട്ട്. അത് പിന്നെ പേർഷ്യയിൽ നിന്നും കപ്പൽ വഴി എത്തിക്കണ്ടേ, അതാണ് നേരം വൈകിയത്. ശരി ശരി, പേർഷ്യൻ കുതിരകളെ കൃഷ്ണപുരത്തെ കുതിരകളെക്കാൾ മികച്ചത് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നമുക്കതൊന്ന് തെളിയിക്കാൻ നമ്മുടെ കുതിരയുമായി ഒരു കുതിരയോട്ടം വെക്കാം. എന്താ? അല്ല, അത് വേണോ? രാജാവിന്റെ കുതിര തോറ്റ രാജാവിനല്ലേ അതിന്റെ മോശം? അത് ഞാനങ്ങ് സഹിച്ചു. കുതിരയോട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കട്ടെ. ആരെവിടെ? അങ്ങനെ മത്സരം ആരംഭിച്ചു. കച്ചവടക്കാരൻ കൊണ്ടുവന്ന പേർഷ്യൻ കുതിര കൃഷ്ണപുരത്തെ കുതിരയോട് തോറ്റു. ഇവൻ പറ്റിച്ചു ജീവിക്കുന്ന ആളാണ്. ഇവന്റെ ചതിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കൂ. ഉടൻ തന്നെ ഇവനെ തുറങ്കിലടയ്ക്കൂ. അങ്ങനെ മന്ത്രിയുടെ സമയോചിതമായ ഇടപെടൽ കാരണം രാജാവിന്റെ പണം തിരിച്ചു കിട്ടി.